ഉൾക്കാഴ്ചയുടെ കരുത്തിൽ സംരംഭകയായി വിജയം നേടിയ ഒരു വനിതയെ പരിചയപ്പെടാം. കുർക്മീൽ എന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഉൽപ്പന്നം വിപണിയിലെത്തിച്ച് ഹിറ്റാക്കിയ സൂപ്പർ വുമണാണ് തൃശൂർ സ്വദേശിയായ ഗീത സലേഷ്. തൻ്റെ കാഴ്ച പരിമിതിയെ അതിജീവിച്ചുകൊണ്ട് ഗീതാസ് ഹോം ടു ഹോം എന്ന സ്ഥാപനം പടുത്തുയർത്തിയ ഗീതയെ തേടി ഇന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരെ ഓർഡറുകൾ എത്തുന്നുണ്ട്. 15 വയസ്സിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഗീത എല്ലാം കണ്ടത് അകക്കണ്ണിലൂടെയാണ്. വിവാഹശേഷം 2 മക്കളുടെ അമ്മയായി വീട്ടിൽ തുടർന്നു. മികച്ചൊരു സംരംഭകയാകണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹോട്ടൽ തുടങ്ങിയെങ്കിലും 1 വർഷത്തിന് ശേഷം സ്ഥാപനം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടി വന്നു. ഒരു ജോലിക്ക് ശ്രമിച്ചെങ്കിലും കാഴ്ച പരിമിതി ചൂണ്ടിക്കാട്ടി ഒരുപാട് സ്ഥാപനങ്ങൾ ജോലി നിഷേധിച്ചു. അങ്ങനെയിരിക്കെയാണ് കോവിഡ് മഹാമാരി ലോകത്തെ പിടിച്ചുലച്ചത്. ഈ സമയത്താണ് മഞ്ഞളിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയതും മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാനുള്ള ആശയം ഗീതയുടെ മനസ്സിലുദിച്ചതും. പിന്നെ 3 വർഷത്തോളം വീട്ടിൽ പരീക്ഷണമായിരുന്നു. ക്യാൻസറിനും പ്രതിരോധശേഷി കൂട്ടാനും ഫലപ്രദമെന്ന പഠനങ്ങൾ തെളിയിച്ച കുർക്കുമിൻ ഘടകം കൂടുതലുള്ള പ്രതിഭ എന്ന ഇനം മഞ്ഞൾ പ്രധാന ചേരുവയായി നിർമ്മിച്ച കുർക്കുമീൽ എന്ന പേരിൽ ഓൺലൈനിൽ വിൽപ്പനയ്ക്കെത്തിച്ചതോടെ ഉൽപ്പന്നം വൻ ഹിറ്റായി. സംസ്ഥാന സർക്കാരിന്റെ മേളയിലും കുർക്കുമീൽ സൂപ്പർ ഹിറ്റായി മാറി. വീട്ടിലെ അടുക്കളയിൽ നിർമ്മിച്ചിരുന്ന കുർക്കുമീൽ ഇന്ന് ഗീതാസ് ഹോം ടു ഹോമിൽ പൂർണ്ണമായും യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് നിർമ്മിക്കുന്നത്. ഞാനൊരു 100% ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായത് കാരണം കൊണ്ട് തന്നെ ജോലി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഗീതാസ് ഹോം ടു ഹോം എന്നുള്ള ആ ഒരു സ്ഥാപനം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ എനിക്കൊരു 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കാഴ്ച കുറഞ്ഞു തുടങ്ങിയത്. 13 വയസ്സിൽ കാഴ്ച കുറഞ്ഞു തുടങ്ങിയിട്ട് ഒരു 15 വയസ്സായപ്പോഴാണ് എൻ്റെ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടത്. അപ്പോൾ ആ ഒരു അത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീട്ടിലൊക്കെ കൃഷിയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ കണ്ടു വളർന്നത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഈ കൃഷിയിലേക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിൽ നിന്നും നമ്മൾ പിന്തിരിഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഈ ഒരു അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായില്ലേ. വിപണിയിൽ നിന്ന് ലഭിക്കുന്ന മഞ്ഞളിന് ഗുണമേന്മ പോരെന്ന് മനസ്സിലാക്കിയതോടെ ഗീത സ്വന്തമായി മഞ്ഞൾ കൃഷി ചെയ്യാൻ തുടങ്ങി. കേരളത്തിൽ വിവിധ ജില്ലകളിലായി കൃഷി ചെയ്തെങ്കിലും വിളവ് കുറവായതിനാൽ ഇപ്പോൾ കർണാടകയിലും തെലങ്കാനയിലുമായി കൃഷി വ്യാപിപ്പിച്ചു. തെലങ്കാനയിൽ മാത്രം 500ഓളം ഏക്കർ ഭൂമിയിലാണ് മഞ്ഞൾ കൃഷി ചെയ്യുന്നത്. കാഴ്ച പരിമിതിയുടെ അതിർവരമ്പുകൾ ലംഘിച്ച സംരംഭകത്വ മേഖലയിൽ പുതുചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഗീത. അമൃത ന്യൂസ്, തൃശൂർ.